ഇന്ന് നമുക്കൊരു 8ൻ്റെ പണിയാണ് കിട്ടിയത് കേട്ടോ. 8ൻ്റെ ഒരു പണിയല്ല 2 പണിയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ബാട്ടിക്കിൻ്റെ ഒരു ഡിസൈൻ കാണിച്ചിരുന്നില്ലേ, അപ്പോൾ അത് ഒരെണ്ണം എനിക്ക് ഓർഡർ വന്നിരുന്നു. അപ്പോൾ ഓർഡർ നമ്മൾ അയക്കുന്നതിന് മുമ്പേ ഒന്ന് ചെക്ക് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്ത സമയത്ത് അതിലൊരു ഡാമേജ് കണ്ടു. അത് ചെറിയ ഡാമേജ് അല്ല, അത്യാവശ്യം വലിയ ഡാമേജ് തന്നെയാണ് അതിനകത്ത് കണ്ടത്. അപ്പോൾ ഞാൻ ആകെപ്പാടങ്ങ് ടെൻഷനായിപ്പോയി. ഓർഡറും എടുത്തു പോയി, എന്താ ചെയ്യുക എന്നിങ്ങനെ ഓർത്തു. അപ്പോൾ അതിനിപ്പോൾ നമുക്ക് എന്തായാലും കസ്റ്റമറിന് കൊടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ പിന്നെ കസ്റ്റമറിനോട് നമ്മൾ കാര്യം പറഞ്ഞു. അവർ പിന്നെ അതിൻ്റെ തന്നെ വേറെ പീസ് എടുത്തു. അപ്പോൾ അങ്ങനെ ഒരു പണി നമുക്ക് കിട്ടി. കാരണം നമ്മൾ ഈ തുണി എടുക്കുന്ന സമയത്ത് നമുക്ക് ഫുള്ള് ചെക്ക് ചെയ്യാനായിട്ടൊന്നും സാധിക്കില്ലല്ലോ. ബണ്ടിലായിട്ടൊക്കെ അല്ലേ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുന്ന സമയത്തായിരിക്കും ഇതുപോലുള്ള മിസ്റ്റേക്കുകൾ കാണുന്നത്. അതുപോലെ തന്നെ വേറൊരു മിസ്റ്റേക്ക് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബാട്ടിക്കിൻ്റെ 2 പാറ്റേൺ ആണ് ഉണ്ടായിരുന്നത്. അതിലൊരു പാറ്റേൺ ആണെങ്കിൽ 3 മീറ്റർ ആണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. അപ്പോൾ കസ്റ്റമർ ചോദിച്ചു എത്ര മീറ്റർ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ 3 മീറ്റർ എന്ന് പറഞ്ഞു. ജസ്റ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ചെയ്ത് നമ്മുടെ ദേഹത്തോട്ടൊന്നും ഇങ്ങനെ ജസ്റ്റ് വെച്ച് നോക്കിയപ്പോൾ എന്നെക്കാട്ടിലും നീളമുണ്ട് തുണിക്ക്. അപ്പോഴാണ് മനസ്സിലായത് അത് 3:20ൻ്റെ ബിറ്റായിരുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പണി കിട്ടി. കാരണം കസ്റ്റമറിനോട് ഓൾറെഡി നമ്മൾ പറഞ്ഞു പോയല്ലോ ഇത്ര മീറ്റർ ആണെന്നും, അതിൻ്റെ എമൗണ്ടും പറഞ്ഞു പോയി. അതുകൊണ്ട് പിന്നെ നമുക്കതും ചേഞ്ച് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ മൊത്തത്തിൽ ഇന്നലെ എനിക്ക് നല്ല പണിയാണ് കിട്ടിയത്. നമുക്ക് കിട്ടേണ്ട ചെറിയ ലാഭമൊക്കെ ആ ഒരു 2 പീസിനകത്തായിട്ട് അങ്ങ് പോയി കിട്ടി. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായി വരുന്നത്. നമ്മൾ തുടക്കക്കാരാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഓരോ സിറ്റുവേഷൻ വരുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ എന്തായാലും ആ 2 പീസിൽ അങ്ങനെ നല്ല 2 പണി കിട്ടിയിട്ടുണ്ട്. എന്തായാലും സാരമില്ല, നമുക്ക് ഇനിയുള്ള മുമ്പോട്ടുള്ള ഇതൊരു എക്സ്പീരിയൻസ് ആവുമല്ലോ. അപ്പോൾ ഇന്ന് കുറച്ച് ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ മെറ്റീരിയൽസാണ് കാണിക്കുന്നത്. അതിൻ്റെ ഒരു 5-6 കളറ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ എല്ലാം നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ്. ഫ്ലോറൽ പ്രിൻ്റാണ് അതിനകത്ത് മൊത്തം പോയിരിക്കുന്നത്. ഇത് നമുക്ക് ടോപ്പായിട്ട് മടിക്കാം, നൈറ്റിയായിട്ട് സ്റ്റിച്ച് ചെയ്യാം. നല്ല ഭംഗിയാണ്. ഇത് 3 മീറ്ററിൻ്റെ ബിറ്റ് തന്നെയാണ്. XXL വരെയൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 200 രൂപയാണ്. ആവശ്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ഓരോ കളറുകൾ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ ഫുള്ള് ഔട്ട് ഓഫ് ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ ആ ഒരു സംഭവം അങ്ങനെ വന്നതുകൊണ്ട് ആകെ എനിക്കങ്ങ് ടെൻഷനായിപ്പോയി. നമ്മൾ കസ്റ്റമറിനെ അവർക്കൊരു വിഷമമാക്കുന്ന രീതിയിലാക്കുമ്പോൾ നമുക്കൊരു സങ്കടമാണല്ലോ. പിന്നെന്തായാലും ഇപ്പം ഓക്കെ ആയിട്ട് വരുന്നു, കുഴപ്പമില്ല. അപ്പം ഞാൻ ഓർത്തു ആ പീസ് എടുത്തിട്ട് ഒരു ടോപ്പോ എന്തെങ്കിലും നമുക്കങ്ങ് സ്റ്റിച്ച് ചെയ്യാമെന്ന് ഓർത്തു. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഇരുന്നൊരു സ്റ്റോക്കിൽ ഒരു പീസ് എടുത്ത് ഞാൻ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ തയ്യലൊക്കെ പഠിച്ചിട്ടൊക്കെ ഉള്ളതാണ്. എല്ലാം സ്റ്റിച്ച് ചെയ്യുമായിരുന്നു, ഷർട്ട് വരെ സ്റ്റിച്ച് ചെയ്യുമായിരുന്നു. പക്ഷേ കുറച്ച് നാളായിട്ട് ഇതിനോടൊക്കെ ഒന്ന് വിട്ട് നിന്നു. കാരണം ഓരോ സമയത്ത് എനിക്ക് ഓരോന്നിനോടാണ് ഒരു ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ കുറച്ച് നാൾ തയ്യൽ പഠിച്ചു, കുറേയൊക്കെ തയ്ച്ചു കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേന് ആ ഒരു ഇൻട്രസ്റ്റ് അങ്ങ് പോയി. പിന്നെ അതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലാണ്ടായിപ്പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ അടുത്തടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് ഓർത്ത് അങ്ങനെ അങ്ങ് പോകും. ഒന്നിലൊന്ന് ഉറച്ച് നിൽക്കുകയില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം വീണ്ടും ഇതുപോലെ തന്നെ ഒരു ടോപ്പ് തയ്ക്കാം എന്നോർത്ത് വീണ്ടും എല്ലാം വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ ഒരു ചുരിദാറിൻ്റെ ടോപ്പ് നമ്മളുടെ അജ്രക്കിൻ്റെ തുണി വെച്ച് തന്നെ തയ്ച്ചു. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഞാൻ വേറെ ഇടാം കേട്ടോ, ഞാൻ ആ തയ്ച്ചതിൻ്റെ. പിന്നെ ആ തയ്ച്ച തുണി ഏതാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. ഇപ്പം ഞാൻ കാണിക്കുന്നത് എൻ്റെ കയ്യിൽ നേരത്തെ സ്റ്റോക്ക് എടുത്തതിൽ ഒരുവിധം എല്ലാം പോയതിൻ്റെ ബാലൻസായിട്ട് ഓരോ പീസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാം ഓരോ പീസേ ഉള്ളൂ. അത് ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാം. അപ്പോൾ ഈ വരുന്ന താരമാണ് ഞാൻ തയ്ച്ചിട്ട ടോപ്പ്. അപ്പോൾ ഞാൻ ഇട്ടിട്ടില്ല, ഇന്ന് ഇടണം. തയ്ച്ചൊക്കെ വെച്ചിട്ടുണ്ട്. നല്ലപോലെ പെർഫെക്റ്റ് അങ്ങോട്ട് ആയിട്ടില്ല, കാരണം കുറച്ച് നാളത്തെ പരിചയക്കുറവുണ്ടല്ലോ. അപ്പോൾ ഇനി പെർഫെക്റ്റാക്കി എടുക്കണം. പിന്നെ കുറേ ടൈമും വേണമല്ലോ. ഞാനത് തയ്ച്ചൊക്കെ കഴിഞ്ഞപ്പോൾ രാത്രി 1:30 കാരണം എനിക്ക് ഇന്നത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഇന്നലെ തന്നെ എല്ലാം തയ്ച്ചിട്ടു. അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന എല്ലാം അജ്രക്കിൻ്റെ പ്രിൻ്റാണ്. അതിനെല്ലാം 220 രൂപ റേറ്റാണ്. അപ്പോൾ ഇതൊരു നേവി ബ്ലൂ, ഡാർക്ക് നേവി ബ്ലൂ ആണ്. പക്ഷേ കണ്ട അസല് ബ്ലാക്കായിട്ട് തോന്നുന്നു. എനിക്ക് കളറ്
നിങ്ങൾക്ക് നല്ലപോലെ പറഞ്ഞു തരാൻ പോലും പറ്റണില്ല, അതുപോലത്തെ ഒരു കളറാണ്. അപ്പോൾ എന്തായാലും ഇത്രയും കളക്ഷൻസാണ് നമ്മുടെ കയ്യിലുള്ളത്. ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഒരുപാട് ഫോളോവേഴ്സ് നമുക്ക് കയറി വരുന്നുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും പുതിയ പുതിയ ഐറ്റംസുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടാകണം. പിന്നെ നിങ്ങൾക്കറിയാലോ, ഒരുപാട് ടൈം എടുത്തിട്ടാണ് നമ്മൾ ഈ പരിപാടിയൊക്കെ ചെയ്യുന്ന, ഒരു വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഓർഡേഴ്സ് വരുമ്പോഴത്തേനും അവർക്ക് വേണ്ടുന്ന ഫോട്ടോസ്, കാര്യങ്ങൾ, ഡൗട്ട്സ് എല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് വിടുന്നുണ്ട്. അതിലാകെ സങ്കടം വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ ചെയ്ത് എല്ലാം കൊടുത്ത് എല്ലാം കഴിയുമ്പം പറയും ഇപ്പം വേണ്ടാന്ന് പറയും. അത് നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ആരോടും ഒന്നും പറയാറില്ല, ഓക്കെ എന്നൊരു മെസ്സേജ് മാത്രമേ വിടാറുള്ളൂ. അപ്പോൾ കുറേ പേരൊക്കെ നമ്മളെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്, ഒരുപാട് നന്ദി. അപ്പോൾ ഇനിയും പുതിയ പുതിയ കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ് നമ്മൾ കൊണ്ടുവരും. ഒരുപാട് സ്റ്റോക്കും നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് മുകളിൽ തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ബാക്കി എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അവിടെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നിടം വരെ താങ്ക് യു.